ദിലീപേട്ടല്ലാത്ത എന്തൊരു പടം. ദിലീപേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടന് വേണ്ടി കരിക്കകത്ത് പൊങ്കാലിട്ട് 101 വീട്ടില് തെണ്ടി കരിക്കകത്ത് പൊങ്കാലിട്ട് തുലാഭാരം നടത്തി ഒരു കൊച്ചുണ്ട്. മണ്ണന്തരയിലെ അച്ചു എന്ന് പറയണ ഒരു കൊച്ച്. ദിലീപേട്ടനോടെ എല്ലാ അഭിനയിക്കാൻ പറഞ്ഞ നായികരും എല്ലാം പുതുമുഖ നായികന്മാരാണ്. യാത് പുതുമുഖ നായിക വന്ന് ദിലീപേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അവരെല്ലാം വേറെ ലെവലാണ്. അതുപോലെയാണ് ഇപ്പൊ ഞാൻ ആരാണ്ട ഒരുപാട് പടങ്ങളൊക്കെ ഇനിയിപ്പോ കിട്ടും. ദിലീപേട്ടനെ മറക്കരുത്. ദിലീപേട്ടനെ മറക്കേ ചെയ്യരുത്. എന്തൊക്കെ വന്നാലും ശരിയല്ല, ദിലീപേട്ടനെ ആർക്കും കുറ്റം പറയാൻ പറ്റൂല. പറ്റൂല, ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് ദിലീപേട്ടൻ. നമ്മളെ ഉയരാണ് ഉയര്. താടിയെ കുറിച്ച് ലുക്കായല്ലോ. താടി ഇങ്ങനെ ഗംഭീര തിരിച്ചു വരവ് എങ്ങനെ കാണുന്നത് ദിലീപേട്ടൻ? എല്ലാരും കൂടെ പഴയ ദിലീപേട്ടനെ തിരിച്ചു കിട്ടും. ഭക്തി ബഹുമാനം എവിടെ വെച്ചായിരിക്കാം ദിലീപേട്ടാ? ഷൂട്ടിംഗ് എവിടെ വെച്ചാ? ലൊക്കേഷൻ എവിടെ വെച്ചാ? ഷൂട്ടിംഗ് കോയമ്പത്തൂര്, പാലക്കാട്, പൊള്ളാച്ചി. നായിക കൺഫേം ആക്കിയോ? അതിലോ ദിലീപേട്ടാ, ഒരു മോള് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഈ സിനിമ ഗംഭീരമായിരിക്കുന്നു, നല്ല സിനിമയാണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരിൽ കണ്ട് നന്ദി പറയുക, അതിനൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്റെ കൂടെ ഇതിന്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ സിനിമയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലെ നായിക റാണിയ റാണ, അവരുടെയും ആദ്യത്തെ സിനിമ തന്നെയാണത്. മഞ്ജു പിള്ളേനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആദ്യത്തെ സിനിമ ഉണ്ടായത്. ദിലീപേട്ടല്ലാത്ത എന്തൊരു പടം. വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം നേരിട്ട് കാണുന്നതിൽ, നേരിട്ട് അനുഭവിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എന്റെ അനിയനായിട്ട് അഭിനയിച്ചാണ് ജോസൂട്ടി. കേൾക്കേണ്ട കാര്യമാണോ? ദിലീപേട്ടനോടെ അഭിനയിക്കാൻ പറഞ്ഞ നായികരും എല്ലാം പുതുമുഖ നായികന്മാരാണ്. യാത് പുതുമുഖ നായിക വന്ന് ദിലീപേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അവരെല്ലാം വേറെ ലെവലാണ്. അതുപോലെയാണ് ഇപ്പൊ വേണം. ഞാൻ ആരാണ്ട നമ്മളവിടുത്തെ റിവ്യൂ
റിവ്യൂറാണ്. Thank you. ദിലീപേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടന് വേണ്ടി കരിക്കകത്ത് പൊങ്കാലിട്ട് 101 വീട്ടില് തെണ്ടി കരിക്കകത്ത് പൊങ്കാലിട്ട് തുലാഭാരം നടത്തി ഒരു കൊച്ചുണ്ട് മണ്ണന്തരയിലെ അച്ചു എന്ന് പറയണ ഒരു കൊച്ച്. എന്റെ അടുത്ത് ഇന്നും ആ കൊച്ചു ഫോട്ടോ അയച്ചു എന്ന് ദിലീപേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക. ദിലീപേട്ടന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് പേരടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഒരു അവസരം താമസിച്ചിട്ട് കാണാം, കണ്ടേ പറ്റൂ. കാണിക്കാം, നമുക്ക് കാണാൻ എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ നിറഞ്ഞ സദസ്സ് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഒരു സംവിധായകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നിറഞ്ഞ സദസ്സിൽ അയാൾ ചെയ്ത സിനിമ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുക എന്നുള്ളത്. അത് ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി. കാരണം ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്ന് നമ്മുടെ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കഷ്ടപ്പാടുകളും നമ്മൾ ഇതിലോട്ട് വന്ന വഴികളും എല്ലാം ഇങ്ങനെ ഓർക്കും. എന്തായാലും വളരെയധികം നന്ദി തിരുവനന്തപുരത്തിനോട്. കൈരളി തിയേറ്ററിൽ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരുന്ന് പടം കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എനർജി പോരാ. Hello guys! അച്ഛല്ല ചിഞ്ചു. ഓക്കെ, ഒരുപാട് പടങ്ങളൊക്കെ ഇനിയിപ്പോ കിട്ടും. ദിലീപേട്ടനെ മറക്കരുത്. ദിലീപേട്ടനെ മറക്കേ ചെയ്യരുത്. എന്തൊക്കെ വന്നാലും ശരിയല്ല, ദിലീപേട്ടനെ ആർക്കും കുറ്റം പറയാൻ പറ്റൂല. പറ്റൂല, ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് ദിലീപേട്ടൻ, നമ്മളെ ഉയരാണ് ഉയര്. എനിക്ക് പിക്കപ്പ് ലൈൻ അറിയില്ല, ശരിക്കും. എന്തായാലും ഗോൾഡ് അടിച്ച് ദിലീപേട്ടയുടെ പടത്തിൽ വന്ന് ഒരുപാട് ചാൻസുകൾ വന്ന് കാണും. ഉറപ്പായിട്ടുള്ള കേസാണ്, അതൊരു മാറ്റമില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ, ഇവിടത്തെ എനർജി ഭയങ്കര ഇഷ്ടമാണ്. ഞാന് മാംഗോഷില്ലി മച്ചാൻ എന്നാണ് എന്റെ ചാനലിന്റെ പേര്. എല്ലാവരും എന്റെ റിവ്യൂ ഉണ്ട്. എല്ലാവരും ചേട്ടന് ഭയങ്കര പേരാണ്. അവള് കാണാൻ വരാൻ വേണ്ടിയിരുന്നാണ്. അശ്വതി തന്നെ പേര്. ചേട്ടൻ ഒരു താങ്ക് യു പറയണം. താങ്ക് യു ദിലീപേട്ടാ, താങ്ക് യു. പെരുന്നമണ്ണയ്ക്ക് സുഖമല്ലേ? ദിലീപേട്ട, എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട്. ദിലീപേട്ടനൊന്നും പറയല്ലേ. അവിടുന്ന് വരുന്നതാണ്. ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ വരുന്നത്. എനിക്ക് എല്ലാവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്തിട്ടേ ആണ് പോകുള്ളൂ. ഒരു മിനിറ്റ് അറിയാം. എന്താ പറയണ്ടേ? അവിടെ നോക്കണ ഒന്ന് വഴിയൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഫോട്ടോ എടുക്കാം. അവിടെ നോക്കണ ഒന്ന് വഴിയൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഫോട്ടോ എടുക്കാം.